റീപ്ലേസ്മെൻറ്റ് ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒക്കെ കുറച്ച് അരൈൽ ഹാലൈഡ്സിൻ്റെ കുറച്ച് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ക്ലോറോ ബെൻസീനുമായിട്ടുള്ള റിയാക്ഷനാണ്. ക്ലോറോ ബെൻസീന് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് 623 കെൽവിൻ 300 ATM പ്രഷറിൽ അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീനോള് കിട്ടും. Reactivity increases if an electron withdrawing group like NO2 is present at ortho and para position. ഈ ഹാലോ അരീൻസിൻ്റെ റിയാക്ടിവിറ്റി ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ നൈട്രോ ഗ്രൂപ്പ് പോലെയുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ആസ് ദി ടെമ്പറേച്ചർ റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദി റിയാക്ഷൻ ഡിക്രീസസ് ഇൻ ദി പ്രസൻസ് ഓഫ് നൈട്രോ ഗ്രൂപ്പ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഇത് നമുക്ക് എവിടെ ഒബ്സർവ് ചെയ്യാം? ഈ ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചർ വേണം ഓർത്തോ പാരാ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാൻ എത്രത്തോളം ടെമ്പറേച്ചർ കൊടുക്കണം എന്നുള്ള ആ വേരിയേഷനിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റും. നോക്കുക, റിയാക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലോറോബെൻസീനാണ് ഒന്നാമത്തത്. ക്ലോറോബെൻസീൻ്റെ നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം, അസിഡിക് മീഡിയം വേണം, ടെമ്പറേച്ചർ 443 കെൽവിൻ, 300 ATM പ്രഷർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫീനോള് കിട്ടും. ഇനി ഇത് അടുത്ത് രണ്ടാമത്തെ ക്ലോറോബെൻസീന് ഓർത്തോ പാരാ പൊസിഷനിൽ ഓരോ നൈട്രോ ഗ്രൂപ്പ് വരികയാണ്. ഒരു ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം. ടെമ്പറേച്ചർ നോക്കുക, 443 നിന്ന് എങ്ങോട്ട് മാറി? 368 കെൽവിനായിട്ട് മാറി. പ്രഷർ നോർമൽ പ്രഷറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. ഓർത്തോ പാര ഡൈനൈട്രോ ഫീനോൾ നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി രണ്ട് ഓർത്തോ പൊസിഷനിലും, മൂന്നാമത് വരുന്ന രണ്ട് ഓർത്തോ പൊസിഷനിലും എന്ത് വരികയാണ്? രണ്ട് ഓർത്തോ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള നൈട്രോ ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് വാട്ടർ ചേർത്ത് വാം ചെയ്താൽ തന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതായിട്ട് കാണാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. Substitution occurs at ortho and para direction due to the availability of electrons at these position because of resonance. നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സീക്കിംഗ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിലാണ് അറ്റാച്ച് ചെയ്യപ്പെടുക. അപ്പോൾ ഈ റെസൊണൻസ് സ്ട്രക്ചർ നോക്കുക. ഈ റെസൊണൻസ് സ്ട്രക്ചറിൽ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോ പാരാ പൊസിഷനിലുള്ളത് കൊണ്ടാണ്, ഡ്യൂ ടു റെസൊണൻസ്, അങ്ങനെ ഓർത്തോ പാരാ പൊസിഷനിൽ ഇലക്ട്രോണിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലാണ് ഇൻകമിങ് റിയേജൻ്റ് അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യപ്പെടുക. ഹലജനേഷൻ. ക്ലോറോബെൻസീൻ്റെ ഹലജനേഷനാണ്. ക്ലോറോബെൻസീൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യാണ്, Cl2മായിട്ട്. അവിടെ കാറ്റലിസ്റ്റ് ആൻഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് ആണ്, FeCl3. നമുക്ക് രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുക. പാരാക്ലോറോ 1,4 ഡൈക്ലോറോബെൻസീൻ പാരാ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അതേപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് മൈനർ പ്രോഡക്റ്റായിട്ട് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡൈക്ലോറോബെൻസീനും കിട്ടും. ഒന്ന് പാരാ ഡൈക്ലോറോബെൻസീനും മറ്റൊന്ന് ഓർത്തോ ഡൈക്ലോറോബെൻസീൻ. അങ്ങനെ രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുക. ഒന്ന് മേജർ പ്രോഡക്റ്റ് ആയിരിക്കും, എപ്പോഴും പാരാ ഡൈക്ലോറോബെൻസീനാണ് മേജർ പ്രോഡക്റ്റ് ഉണ്ടാവുക. മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും ഓർത്തോ ഡൈക്ലോറോബെൻസീൻ ഉണ്ടാവുക. നൈട്രേഷനാണ് അടുത്ത റിയാക്ഷൻ. ക്ലോറോബെൻസീനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും മിക്സറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രണ്ട് പ്രോഡക്റ്റുകൾ കിട്ടും. ഒന്ന് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീനും കിട്ടും, പാരാ നൈട്രോ ക്ലോറോബെൻസീനും കിട്ടും. മേജർ പ്രോഡക്റ്റ് പാരാ നൈട്രോ ക്ലോറോബെൻസീൻ ആയിരിക്കും. മൈനർ പ്രോഡക്റ്റ് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ ആയിരിക്കും. നമുക്ക് സൾഫോണേഷൻ ആണ് അടുത്ത്. സൾഫോണേഷൻ. ഇവിടെ ക്ലോറോബെൻസീന് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് ഹീറ്റ് ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് പാരാ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡും ഓർത്തോ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡും. മേജർ പ്രോഡക്റ്റ് പാരാ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡും, മൈനർ പ്രോഡക്റ്റ് ഓർത്തോ ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡും ആയിരിക്കും. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. നമുക്കറിയാം, നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഓർഗാനിക് റിയാക്ഷൻസിൽ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ
പ്രധാനപ്പെട്ടതാണ്. ക്ലോറോബെൻസീന് CH3Cl മീഥൈൽ ക്ലോറൈഡും ക്ലോറോമീഥൈൻ അല്ലെങ്കിൽ മീഥൈൽ ക്ലോറൈഡുമായിട്ട് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ പാരാക്ലോറോമീഥൈനും ഓർത്തോക്ലോറോമീഥൈനും. അപ്പോൾ പാരാക്ലോറോമീഥൈൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്, ഓർത്തോക്ലോറോമീഥൈന് മൈനർ പ്രോഡക്റ്റ് ആയിരിക്കും. CH3 ഗ്രൂപ്പാണ് അവിടെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ്. ഈ റിയാക്ഷനെ പറയുന്ന പേര് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. റിയേജൻറ്റ് ക്ലോറോബെൻസീൻ, മീഥൈൽ ക്ലോറൈഡ്, കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. ഇവിടെ ക്ലോറോബെൻസീൻ ആണ് ഒരു റിയേജൻറ്റ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആസിഡ് ക്ലോറൈഡ് ആണ്, CH3COCl. അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ആണ്. കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓർത്തോ ക്ലോറോ അസറ്റോഫീനോണും അതേപോലെ പാരാക്ലോറോ അസറ്റോഫീനോണാണ്. അപ്പോൾ പാരാക്ലോറോ അസറ്റോഫീനോൺ ആയിരിക്കും എപ്പോഴും മേജർ പ്രോഡക്റ്റ്. മൈനർ പ്രോഡക്റ്റ് ഓർത്തോ ക്ലോറോ അസറ്റോഫീനോൺ ആയിരിക്കും മൈനർ പ്രോഡക്റ്റ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. മെറ്റലുമായിട്ടുള്ള ഈ ഹാലോ അറീൻസിൻ്റെ റിയാക്ഷൻസാണ്. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഒന്നാമത്തെ റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏകദേശം അതേപോലെയുള്ള റിയാക്ഷൻ തന്നെയാണ്. അവിടെ 2 ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തെങ്കിൽ ഇവിടെ മാറ്റുള്ളത് ഒന്ന് ഹാലോ അറീനും ഒന്ന് ഹാലോ ആൽക്കൈനുമാണ്. ഡ്രൈ ഈതർ തന്നെയാണ്, ഇതിൻ്റെ പ്രസൻസ് തന്നെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനാണ് കിട്ടുക. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഹാലോ ബെൻസീൻ പ്ലസ് Na പ്ലസ് Rx in presence of dry ether, we will get R is attached to the benzene ring plus NaX. ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷനിൽ ഇവിടെ 2 ഹാലോ അറീനാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഹാലോ ബെൻസീനാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഹാലോ അറീനാണ് എടുക്കുന്നത്. 2 മോളിക്യൂള് അത് സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഡ്രൈ ഈതർ എന്ന റിയേജൻ്റ്. അപ്പോൾ 2 അരോമാറ്റിക് റിങ്ങുകൾ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്യപ്പെടുന്ന ഡൈഫിനൈൽ ഗ്രൂപ്പാണ് നമുക്ക് കിട്ടുക പ്രോഡക്റ്റായിട്ട്. പോളിഹലജൻ കോമ്പൗണ്ട്സ്. പോളിഹലജൻ കോമ്പൗണ്ട്സ് ആർ കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഹലജൻ ആറ്റം. ഒന്നിലധികം ഹലജൻ ആറ്റം ഉൾപ്പെടുന്ന ഹൈഡ്രോ കാർബൺസിനെ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ പോളിഹലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പോളിഹലജൻ കോമ്പൗണ്ട്സിലെ ഒന്നാമത്തേതാണ് ഡൈക്ലോറോമീഥൈൻ അല്ലെങ്കിൽ മെത്തിലിൻ ക്ലോറൈഡ് CH2Cl2. ഇതിൻ്റെ യൂസസ് ആസ് പ്രൊപ്പല്ലൻസ് ഇൻ എയറോസോൾസ്. സ്പ്രേയിലൊക്കെ നമ്മുടെ സ്മെല്ലുണ്ടാക്കുന്ന മെറ്റീരിയലിൻ്റെ കൂടെ അതിൻ്റെ കാരിയറായിട്ട് സ്പ്രേയറായിട്ട് എയറോസോൾസായിട്ട് പ്രൊപ്പല്ലൻ്റായിട്ട് എയറോസോൾസിൽ ഉപയോഗിക്കും. മെറ്റൽ ഫിനിഷിംഗ് ആൻഡ് ക്ലീനിങ് സോൾവെൻറ്റ്. റസ്റ്റ് വന്ന തുരുമ്പ് വന്ന മെറ്റൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ക്ലീനിങ് സോൾവെൻ്റ് ആയിട്ടും മെറ്റൽ ഫിനിഷിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നു. ആസ് എ പ്രോസസ് സോൾവെൻറ്റ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതിൻ്റെ ടോക്സിസിറ്റി ഹാംസ് ദി ഹ്യൂമൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ അത് എഫക്റ്റ് ചെയ്യുന്നു. ലോവർ ലെവൽ ഓഫ് CH2Cl2 in air can lead to the slightly impaired hearing and vision. നമ്മുടെ കാഴ്ചയെയും കേൾവിയും ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കാഴ്ചയെയും കേൾവിയെയും ഒക്കെ ബാധിക്കും. ഹയർ ലെവലിലുള്ള ഇൻഹലേഷൻ ക്യാൻ കോസ് ഡിസിനസ്, നോസിയ, ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് ഓഫ് ഇൻ ദി ഫിംഗർ ആൻഡ് ടോയ്സ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഡയറക്റ്റ് സ്കിൻ കോണ്ടാക്ട് കോസസ് ഇൻറ്റൻസ് ബേണിംഗ് ആൻഡ് മൈൽഡ് റെഡ്നെസ് ഓഫ് ദി സ്കിൻ. സ്കിന്നിൽ നേരിട്ട് തട്ടുകയാണെങ്കിൽ അത് സ്കിന്നിൽ പൊള്ളലേൽക്കാനും പിന്നെ അതേപോലെ മൈൽഡ് റെഡ്നെസ്സിനൊക്കെ കാരണമാകും. രണ്ടാമത്തെ പോളിഹലജൻ കോമ്പൗണ്ട്സ് ആണ് ട്രൈക്ലോറോമീഥൈൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് ക്ലോറോഫോം CHCl3. യൂസസ് ആസ് എ സോൾവെൻറ്റ് for fats, alkaloids, iodines and other substances in the production of freon refrigerant R22 എന്നുള്ള റെഫ്രിജറൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു.
അതേപോലെ ഇയർലിയർ യൂസ്ഡ് ആസ് അനസ്തെറ്റിക് ബട്ട് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് ടോക്സിസിറ്റി. ആദ്യകാലങ്ങളിൽ നമ്മൾ ക്ലോറോഫോമാണ് മണപ്പിച്ചിരുന്നത്, പിന്നെ സർജറിക്കൊക്കെ അനസ്തെറ്റിക് പർപ്പസിനൊക്കെ. ഇപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റി ഉള്ളതും ടോക്സിക് മെറ്റീരിയൽ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹെയിലിംഗ് ഓഫ് CHCl3 വേപ്പേഴ്സ് ക്യാൻ കോസ് ഡിപ്രഷൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം, ഡിസിനസ്, ഫാറ്റിക് ആൻഡ് ഹെഡ് ഏക്ക്. നമ്മൾ കുറഞ്ഞ രീതിയിൽ അത് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. ഡിസീനസ്, അതേപോലെ ഫാറ്റിക്, ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാകും. ക്രോണിക് ക്ലോറോഫോം എക്സ്പോഷർ മേ ലീഡ് ടു ദി ഡാമേജ് ഓഫ് ലിവർ ആൻഡ് കിഡ്നി. കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയും ലിവറൊക്കെ ഇതിനൊക്കെ അത് ബാധിക്കും. ഇമേർഷൻ ഓഫ് സ്കിൻ ഇൻ CHCl3 ലീഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് സോൾസ്. അതേപോലെ CHCl3 is oxidized to an extremely poisonous gas phosgene in the presence of light. സാധാരണ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ക്ലോറോഫോം ഡാർക്ക് ബോട്ടിലുകളിൽ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം. ഫോസ്ജീനും ഡാർക്ക് ബോട്ടിലും സ്റ്റോർ ചെയ്യണം, അതേപോലെ ഡാർക്ക് കളേർഡ് ബോട്ടിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. ക്ലോറോഫോം സൂക്ഷിക്കുമ്പോൾ ബോട്ടിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, ഡാർക്ക് ബോട്ടിലിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം, അത് ഓക്സിജൻ ഉണ്ടെങ്കിൽ, ഫ്രീ എയർ ഉണ്ടെങ്കിൽ, മുകളിൽ എയർ ഉണ്ടെങ്കിൽ, ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് കൂടിച്ചേരും. ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക, അത് ഫോസ്ജീനായിട്ട് മാറും, COCl2 ആയിട്ട് മാറും. ഫോസ്ജീൻ ഈസ് ഹൈലി poisonous material. That is the reason for the chloroform bottle should be kept fully filled and in a dark bottle. അടുത്ത നാലാമത്താണ് ട്രൈ അയഡോമീഥെയിൻ, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് അയഡോഫോം, CHI3. അതിൻ്റെ യൂസസ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട്, earlier used as an antiseptic but has been replaced to its objectionable smell. ആൻറ്റിസെപ്റ്റിക് ആയിട്ട് അയഡോഫോം യൂസ് ചെയ്തിരുന്നു, അപ്പോൾ അതിൻ്റെ ഫോൾ സ്മെല്ല് കൊണ്ട് അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആർ നോട്ട് ഡ്യൂ ടു അയഡോഫോം ഇറ്റ് സെൽഫ് ബട്ട് ഡ്യൂ ടു ലിബറേഷൻ ഓഫ് ഫ്രീ അയഡിൻ. അതിൻ്റെ അയഡോഫോമിൻ്റെ പ്രോപ്പർട്ടി അല്ല ഈ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഫ്രീ അയഡിൻ ആണ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. CCl4 ട്രൈക്ലോറോമീഥൈൻ, ടെട്രാക്ലോറോമീഥൈൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ്, ടെട്രാക്ലോറോമീഥൈൻ ഓർ കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 യൂസസ് റെഫ്രിജറൻറ്റ്, എയറോസോൾസ്, പ്രൊപ്പല്ലൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫീഡ്ബാക്ക് ഇൻ ദ സിന്തസിസ് ഓഫ് ക്ലോറോഫ്ലൂറോകാർബൺ CFC, ക്ലോറോഫ്ലൂറോകാർബണിൻ്റെ സിന്തസിസിൽ ഫീഡ് സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്ങിൽ, ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ്, ക്ലീനിങ് ഫ്ലൂയിഡ്, ഫയർ എക്സ്റ്റിങ്ഷറൊക്കെ ആയിട്ട് CCl4 യൂസ് ചെയ്യും. ടോക്സിസിറ്റി കോസസ് ലിവർ ക്യാൻസർ, ഡിസിനസ്, ലൈറ്റ് ഹെഡ്നെസ്, nausea, vomiting. This effect may lead to the coma, unconsciousness or death. അത് അതിൻ്റെ ലിവർ ക്യാൻസറിന് കാരണമാകുന്നതാണ് CCl4. അതേപോലെ തന്നെ അത് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കോമ സ്റ്റേജിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാം. അതേപോലെ ഇറഗുലാരിറ്റി ഇൻ ഹാർട്ട് ബീറ്റ് ഓർ ഈവൻ സ്റ്റോപ്പ്. കോസസ് ഇറിറ്റേഷൻ ഓഫ് ഐ ഓൺ കോണ്ടാക്ട്. കണ്ണിലൊക്കെ ആവുകയാണെങ്കിൽ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാവും. കോസസ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. CCl4 ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നു, ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ദി സ്കിൻ ക്യാൻസർ ആൻഡ് ഐ ഡിസീസസ്. ഇതാണ് ഫ്രിയോൺസ്, ക്ലോറോഫ്ലൂറോ കാർബൺസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇതാണ്. വാട്ട് ആർ ഫ്രിയോൺസ്? ഫ്രിയോൺസ് ആർ ക്ലോറോഫ്ലൂറോ കോമ്പൗണ്ട്സ് ഓഫ് മീഥെയിൻ ആൻഡ് ഈഥെയിൻ. അതിനെയാണ് ഫ്രിയോൺസ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രിയോൺസ് എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ക്ലോറോഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട്സ് ആണ് മീഥെയിൻ, ഈഥെയിൻ. മീഥെയിൻ്റെയും ഈഥെയിൻ്റെയും ക്ലോറോഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട്സിനെയാണ് ഫ്രിയോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റേബിൾ ആണ്, അൺറിയാക്റ്റീവ് ആണ്, നോൺ ടോക്സിക് ആണ്, നോൺ കൊറോസീവ് ആണ്, ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആണ്. അതുകൊണ്ടാണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എയറോസോൾ പ്രൊപ്പല്ലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, റെഫ്രിജറേഷൻ ഉപയോഗിക്കുന്നു, എയർ കണ്ടീഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നു. ടോക്സിസിറ്റി അപ്സെറ്റ് ദി നാച്ചുറൽ ഓസോൺ ബാലൻസ്. ഫ്രിയോൺ നമുക്കറിയാം CFC, ക്ലോറോഫ്ലൂറോ കാർബൺ. ഇത് ചെയ്യും ഫ്രിയോൺ 12 CCl2F2 is one of the most common freon that have industrial use. ഇൻഡസ്ട്രിയൽ യൂസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഫ്രിയോൺ 12. CCl2F2 ആണ് ഫ്രിയോൺ 12 എന്നറിയപ്പെടുന്നത്. അതേപോലെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷന്
കാരണമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടോക്സിസിറ്റി. DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. DDT മുമ്പ് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നെല്ലിലൊക്കെ പിന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കീടനാശിനിയാണ് DDT. ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്. ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡാണ് DDT. എഫക്റ്റീവ് അഗെയിൻസ്റ്റ് മോസ്കിറ്റോസ് ദാറ്റ് സ്പ്രെഡ് മലേറിയ ആൻഡ് ലൈസ് ദാറ്റ് ക്യാരി ടൈഫസ്. മലേറിയ പിന്നെ അതേപോലെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന മോസ്കിറ്റോസിനെ കൊല്ലാൻ വേണ്ടി ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഇൻസെക്ടിസൈഡാണ് DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്ന് പറയുന്നത്. ടോക്സിസിറ്റി. DDT is highly stable and is not metabolized very rapidly by animals. അതായത് ഹൈലി സ്റ്റേബിളാണ്, ഇത് മെറ്റബിളൈസ് ചെയ്യൂല, നമ്മുടെ ഹ്യൂമൻ സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മെറ്റബിളൈസ് ചെയ്യൂല. ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ആൻഡ് സ്റ്റോർ ഇൻ ഫാറ്റി ടിഷ്യൂസ്. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഫാറ്റി ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യപ്പെടും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഇറ്റ് ഈസ് proved to be toxic to living beings. It is banned in many countries due to its toxicity. ഇതുകൊണ്ട് ഇത് ഒരുവിധം രാജ്യങ്ങളിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് ബ്രസ്റ്റ് മിൽക്കിലും ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിൽ വരെ ഇതിൻ്റെ കണ്ടൻറ്റ് DDTയുടെ കണ്ടൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇത് നമ്മൾ നെല്ലിലടിക്കും, അതിൽ നിന്ന് പിന്നെ ചെറിയ ജീവികൾ അത് പിന്നെ അവിടെ നെല്ലിൽ നിന്ന് ഇതൊക്കെ തിന്നുന്ന ജീവികൾ അത് കഴിക്കും. ആ ജീവികളുടെ ബോഡിയിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യും, ഫാറ്റി ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെ തിന്നുന്ന ജീവികൾ ഇപ്പോൾ അത് അടുത്തയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. ആ ഫാറ്റി ടിഷ്യൂസ് ആ ജീവികളിലേക്ക് വരും. അങ്ങനെ ബയോ മാഗ്നിഫിക്കേഷൻ നടന്ന് ഇതിൻ്റെ ഈ ഫുഡ് ചെയിൻ്റെ മുകളിലെ ലെവലിൽ നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഈ DDTയുടെ ഡെപ്പോസിറ്റ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്നുള്ള പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്.